ഹലോ, ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ട് വന്നതാണ് കേട്ടോ. ഒന്നുമില്ല, ആരൊക്കെയോ എന്നോട് ചോദിച്ചു ഹെയർ കെയറിങ് എങ്ങനെയാണ്, ഹെയർ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുന്നേ പണ്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഹെയർ കെയറിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് എവിടെയും പ്രത്യേകിച്ച് പോകാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന്. ഒരിക്കലുമല്ല, സ്ഥിരമായിട്ടല്ല. അങ്ങനെ എനിക്കതൊരു റൂട്ടീനായിട്ടുള്ളൊരു സംഭവമേ അല്ല. എല്ലാ ആഴ്ചയും ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ അങ്ങനെയൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്കൊരു ഇഷ്ടം വരുമല്ലോ, ഒരു 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 മൂഡ് വരുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്ന് മുടിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തേക്കട്ടെ, അങ്ങനെയൊക്കെ. അധികം പണ്ടൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് ഷാമ്പു ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി സമയം കിട്ടും. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ എനിക്കതൊരു മടിയാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ എവിടെയും പോവുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് സമയമുണ്ട്, ഞാൻ ചെയ്യാതിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഹെയർ കെയറിങ്ങിനെ കൊണ്ടാണോ മുടി ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഹെയർ കെയറിങ് ഒന്നും, ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്യുന്ന ആളാണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല. മുടി സ്ഥിരമായിട്ട് അഴിച്ചിട്ടിട്ടാണ്. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഡാൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുടി അഴിച്ചിട്ടിട്ടാണ് ചെയ്യാറ്. ഇതല്ലേ ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ, നമുക്കത് ഉണ്ടാവേണ്ടവർക്കേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിരിക്കാം. അച്ഛൻ്റെ സിസ്റ്റർക്കൊക്കെ മുടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ മോശം ഇത്ര അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഇതൊക്കെയാണ്. ഓപ്പോക്ക് ചെറിയ ഓപ്പോളുണ്ട്, ഓപ്പോക്കൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. ഒന്ന് പാരമ്പര്യമാണ്. പിന്നെ നമ്മൾ ചിലർ കണ്ടില്ലേ, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മുടി ഉണ്ടാവേണ്ടവർക്കേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും, അതായത് ഒരു ഹോർമോൺ കൂടുതലും കുറഞ്ഞാലും ഒക്കെ നമ്മൾ ആദ്യം മുടീനെയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിയും. അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ മുടീനെ മുകളിൽ വേഗം എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ലേ. പെണ്ണുങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഒരു ടെൻഷൻ വന്നാൽ മുടി കൊഴിയും. മുടീനെ വേഗം എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊരു നമുക്ക് ഹെയർ കെയറിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുഴപ്പമില്ലാതെ മുടി ഒന്നും എന്താ പറയുക, നല്ല വൃത്തിയിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഹെയർ കെയറിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മുടി ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാം എന്ന്. സത്യമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം ടെൻഷൻ ആവാത്തത് മുടി ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇല്ലാത്തവർക്ക് തന്നെ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തും ആര് പറയണതും ചെയ്യും. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു അസുഖം വന്നിട്ട് അത് മാറിയിട്ടില്ലെങ്കിൽ പറയുന്ന ആ ഡോക്ടറെ കാണിച്ചു നോക്കൂ, ഈ ഡോക്ടറെ ഓരോരുത്തർ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോഴും നമ്മൾ അതിനൊക്കെ പറന്നു പോകും. മീൻസ് ഇതൊന്ന് മാറിക്കോട്ടെ എന്ന്. അതേപോലെ തന്നെയാണ് മുടി എന്നല്ല എല്ലാം. അപ്പം മെലിഞ്ഞ ആൾക്കാർക്ക് തടിക്കണം എന്നുണ്ടാവും, തടിച്ച ആൾക്കാർക്ക് മെലിയണം എന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഫെയർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. പിന്നെ ഏറ്റവും ഒരു സംഭവമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മുടി എന്ന് പറയുന്ന സാധനം. ഞാൻ എന്നിട്ട് പറയും, പിന്നെ മുടിയിലാണ് എൻ്റെ എന്താ പറയുക ഞാൻ ജീവിക്കുന്നത്. മീൻസ് ഇത് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി, എൻ്റെ കംപ്ലീറ്റ് ഇത് പോയി എന്നൊക്കെ പറയാറുണ്ട് രാജുവിൻ്റെ അടുത്ത്. പിന്നെ എന്താ പറയുക, ഞാൻ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് മുടി കാരണം. എന്താ വെച്ചാൽ ആൾക്കാർ തിരിച്ച് അറിയുന്നത് മുടിയുള്ള ആ കുട്ടി, മുടിയുള്ളവർ, അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുമ്പം ഇത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഉള്ളവർക്കേ ഉണ്ടാവുള്ളൂ, പാരമ്പര്യമാണ്. കുറേ നമ്മൾ നോക്കി എന്നുള്ളത് മീൻസ് ഒരുപാട് ഓരോ കാര്യങ്ങൾ തേച്ചു എന്നുള്ളത് കൊണ്ട്. പക്ഷെ മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറഞ്ഞ മാതിരി എന്തും ചെയ്യും കേട്ടോ. ഞാൻ പറയട്ടെ, നമ്മൾ ഈ കുറേ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, മുടി വളരാൻ വേണ്ട സാധനങ്ങളൊക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ചിലപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. അതൊക്കെ ചിലപ്പോൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോകാനും ചാൻസ് ഉണ്ട് എനിക്ക് തോന്നാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക, ഇതിനനുസരിച്ചിട്ടിരിക്കും. നമ്മുടെ ജീവിത രീതിയൊക്കെ ഇതിൽ ബന്ധപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊക്കെ പണ്ടേ ഉണ്ട്, മീൻസ് ചെറുപ്പത്തിലേ ഉള്ള ഒരു മുടിയുള്ളൊരു ടൈപ്പാണ്. ഞാനും എൻ്റെ സിസ്റ്ററും ഒക്കെ അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടതാണ്. അതായിരിക്കാം ചിലപ്പം. അപ്പോൾ ഈ പറയുന്ന മാതിരി നിങ്ങൾ വിചാരിക്കും കുട്ടി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം നിനക്ക് ഇപ്പം മുടിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്കൊരു ഞാണിൽമേൽ കളി പോലെയാണ്. ഒരു ഹോർമോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കംപ്ലീറ്റ് പോകും. അപ്പോൾ അതുവരെ ഫീൽഡിൽ പിടിച്ച് നിൽക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ. ആദ്യം ഒരു കാര്യം പറയട്ടെ. ആരോ ഒന്ന് ചോദിച്ചിട്ട് ഒരു മേക്കപ്പും ഇല്ലാതെ വരാൻ പറഞ്ഞിട്ട്, ഇതാണ് എൻ്റെ മേക്കപ്പ് ഇല്ലാത്തൊരു കോലം. ഈ റിംഗ് ലൈറ്റിൻ്റെ ഒരു വെളിച്ചമുണ്ട് എന്നല്ലാതെ ഒരു സംഭവം, ഒരു ഫിൽറ്റർ പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഫിൽറ്റർ പോലും ഇട്ടിട്ടില്ല പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾ ആരായിപ്പോയി. ഞാനത് ആരോ ചോദിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറയുക ചെയ്യാൻ പോകണം. എനിക്കിത് മൈക്കില്ല. ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞു ഞാൻ മൈക്ക് വാങ്ങിയിട്ടില്ല. വെറുതെ ഒരു പൈസ ചിലവാക്കേണ്ട വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ കണ്ടില്ല എൻ്റെ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഒരു മടി, ഇടുന്നൊരു സ്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പം എല്ലാ വലിയ ആൾക്കാർ മീൻസ് വ്ളോഗർമാരൊക്കെ ആൾക്കാർ കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ 2-3 വീഡിയോ ഒക്കെ ഇടണം, എന്നാലേ ഇങ്ങനെ നമുക്ക് വ്യൂവേഴ്സൊക്കെ അങ്ങനെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ അങ്ങനെ ഇതുവരെ അങ്ങനെ അത് ചെയ്തിട്ടില്ല. അതിനൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും എല്ലാവരും ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അഹങ്കാരമാണ്. കാരണം അത്യാവശ്യം ദൈവം സഹായിച്ചിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി.
ഞാൻ പ്രത്യേകിച്ച് ഞാൻ മെനക്കെട്ടിട്ടൊന്നല്ല. എന്തോ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രജിൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ട് ഞാൻ ഇതിന് മുന്നേ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. സത്യമായിട്ടും ഞാൻ എൻ്റെ യൂട്യൂബിലില്ലേ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അബി എൻ്റെ ഫ്രണ്ട് ഉണ്ട് അബിതേൻ്റെ ഹസ്ബൻഡ് സുമേഷ് ഏട്ടൻ പറഞ്ഞതാണ്, ചാലു നിനക്ക് നീ കളിക്കുന്ന ഡാൻസൊക്കെ യൂട്യൂബിലോ എന്തെങ്കിലും ഒരു ഇതിൽ വെറുതെ അഥവാ ഫോണൊക്കെ പോയി കഴിഞ്ഞാലോ അവിടെ കിടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ ഒരു വീഡിയോയും വൃത്തിയോ ക്ലാരിറ്റിയോ ഉണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ബ്രിജിൻ്റെ കൂടെയുള്ള മതിമുഖിമാലതിയൊക്കെ റീച്ച് ആയപ്പം ഞാൻ ഇതേമാതിരി പിന്നെ കുറേ കാലം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അതിൻ്റെ ആ ഒരു ഫാൻറ്റസി വേൾഡിലായിപ്പോയി. നല്ല നല്ല കമൻസ് വരുന്നു, ഇൻസ്റ്റാഗ്രാമിലായിപ്പോയി. പിന്നെ ഒരു ദിവസം ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പം നമുക്ക് വരുമല്ലോ, ഇതാവുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കണ്ടു എന്ന് കാണുമ്പോഴല്ലേ നമുക്ക് ഇത്. ഞാൻ ഒന്നും ചെയ്യാതെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വീഡിയോ ഇട്ടുകൂടാ. അപ്പോൾ ഞാൻ വലിയ സ്റ്റൈലാക്കി വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഭയങ്കര നെഗറ്റീവ് കമൻസ് ആവും, എമ്മാരി എന്തൊക്കെയോ പറയും ആൾക്കാർ. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് കമൻസ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അത് ഫ്ലോപ്പ് ആവും തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഒക്കെ വെറുതെ എൻ്റെ സ്വന്തം എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. എനിക്ക് നാണായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ റൂമിൻ്റെ ഉള്ളിൽ എനിക്ക് പ്രൈവസിയാണ്, അപ്പോൾ ഞാനിങ്ങനെ വന്ന് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതും എല്ലാവരും ഭയങ്കരമായിട്ട് എൻ്റെ സംസാരം ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് അതിലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നിട്ട് എന്നോട് പറയും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആവാൻ. നിനക്ക് ഇതിപ്പം നീ ഒന്നും വലിയ മെനക്കെടാതെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ട് നിനക്ക് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയും അമ്മയും എല്ലാവരും പറയാറുണ്ട്. സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പം ഒരു മടിച്ചിയാണ് സത്യം പറഞ്ഞാൽ, അതന്നെ വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനെന്ത് ഉദ്ദേശിക്കുന്നത് പറയുന്നത്, ഇതിവിടെ എവിടെയും തിരിയാലോ കൂട്ടരെ, ഇയർഫോൺ ഇങ്ങനെ തിരിച്ചാലോ ഇപ്പോൾ വീഴുമോ ചിലപ്പം. അപ്പം ഞാനില്ല ഞാൻ എന്താ ചെയ്യാൻ പോണത്, മുടിയെ നമ്മൾ അഴിച്ചിട്ടു. എന്നിട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടീനോട് സംസാരിക്കണം. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് ഭ്രാന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ചെടികൾക്ക് പാട്ട് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നില്ലേ, ഇതേപോലെയാണ് നമ്മളെ മുടി. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ പറയണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. മുടീൻ്റെ അടുത്ത് സംസാരിക്കുക, അതായത് നമ്മളിങ്ങനെ ഇതൊക്കെ ഞാൻ പണ്ടത്തെ ഏതൊരു വീഡിയോയിൽ ചെയ്തിട്ട് ഇന്ന പറഞ്ഞിട്ടുണ്ട്, എന്തോ തകരാറാക്കി. ഞാൻ ഇതിലില്ലേ കുറച്ച് സാധാരണ വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അച്ഛൻ അടുക്കളയിലേക്ക് വാങ്ങുന്ന ക്യാനിൽ എവിടുന്നോ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ, മീൻസ് ആട്ടുന്നിടത്തുനിന്ന് വാങ്ങുകയാണോ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതായത് പാക്കറ്റ് അല്ല, എന്തായാലും വെളിച്ചെണ്ണ വാങ്ങി കൊണ്ടുവരുന്നതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെക്കുന്നു. ആ വെളിച്ചെണ്ണയിലേക്കും ആവണക്കെണ്ണ അല്ലേ നമ്മളെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കത്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല. ഞാൻ ചെയ്യുന്നത് ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മുടീനങ്ങനെ സങ്കടം വരുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യുന്നു. അധികവും ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, കൂടുതലായിട്ടും എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടാവും. അത് നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ വാങ്ങി വെക്കുന്നതാട്ടോ. അത് നമുക്ക് ഫേസ് പാക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫേസിലൊക്കെ ഇടുമ്പം അതൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ച് ഇട്ടാലും നല്ലതാണെന്ന് കേൾക്കുന്നു. ഞാനതൊക്കെ ചെയ്യാറുണ്ട്. അതിന് ദോഷമുണ്ടോ ഗുണമാണെന്നാണ് കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഒഴിക്കാറുണ്ട്. പ്ലസ് ഇന്ന് ഞാൻ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, ആവണക്കെണ്ണ. അപ്പം ഇതിന് കണക്കുണ്ടോ ചോദിച്ചാൽ എനിക്ക് കണക്കില്ല. ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കും, മീൻസ് വൈറ്റമിൻ ഇ, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ആവണക്കെണ്ണ, അതിന് കണക്കില്ല. ഏകദേശം നമ്മുടെ മുടി കവർ ചെയ്യുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നു, ഇതിനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ഒരു ഒട്ടലാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇത് കളയും കേട്ടോ. ഇത് വെച്ചിട്ട് കിടന്നുറങ്ങാനും നമുക്ക് പറ്റില്ല, തലേണയൊക്കെ നാശകോശമാവും. പിന്നെ അത് വിചാരിച്ചിട്ട് നമ്മളിത് വെളിച്ചെണ്ണ കുറേ നേരം പിടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മുടിക്കൊന്നുമില്ല. നമ്മൾ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഭംഗിയാവാനാണ് ഈ വെളിച്ചെണ്ണ. പിന്നെ ആ മുടീൻ്റെ ഒരു സ്മൂത്തായിട്ട് നിൽക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഡ്രൈനെസ് കുറയ്ക്കാനും. നമ്മളിപ്പോൾ മേലൊക്കെ ഡ്രൈ ആകുമ്പോൾ എണ്ണ തേക്കുന്നില്ലേ, എണ്ണ തേച്ച് കുളിക്കില്ലേ, അതേപോലെ തന്നെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെളിച്ചെണ്ണ തേച്ചിട്ട് മുടി വളരുക എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ മുടി ഷാമ്പൂ ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ വന്ന് അടിഞ്ഞുകൂടിയതിന് ശേഷം അതിന് ശ്വാസം വലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഷാമ്പൂ ചെയ്ത് കളയുക. അപ്പോൾ ഷാമ്പൂ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ലോറിയലിൻ്റെ ഒരു ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതൊന്നും സ്ഥിരമായിട്ടുള്ള വീണ് പോയി കൂട്ടരെ വീണ് പോയി. ഇതെവിടെ ഞാൻ തിരികും, ചെവിൻ്റെ ഉള്ളിൽ തിരിയാലോ. പിന്നെ ഇതിനെനിക്ക് സ്ഥിരമായിട്ടൊരു ഷാമ്പുവോ കാര്യങ്ങളോ ഇല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട്, അതായത് ലോറിയലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ലോറിയൽ. അപ്പം ഞങ്ങൾക്ക് ലോറിയൽ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ലോറിയലിൻ്റെ
മെബിലൈൻ്റെയും ലോറിയലിൻ്റെയൊക്കെ ഞങ്ങൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ ലോറിയൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഷാമ്പൂ. ഇടയ്ക്ക് മാമാർത്ത് ഷാമ്പൂ യൂസ് ചെയ്യാറുണ്ട്. അധികം ഞാൻ ബേബി ഷാമ്പൂകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നൊക്കെ. സെബാമെറ്റൊക്കെ അടിപൊളി നല്ല ഷാമ്പൂവാണ്. അതായത് മൈൽഡ് ഷാമ്പൂ ആണല്ലോ, മുടിക്ക് വലിയ, അതായത് കുറച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ലോറിയൽ മൈൽഡ് ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്താണ് മൈൽഡ് അല്ലല്ലോ, കുട്ടികളുടെ ഷാമ്പൂ അല്ലല്ലോ. അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് അറിയോ, ആ ഷാമ്പൂ കുറച്ച് മഗ്ഗിലേക്ക് എടുത്തിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒന്നും കൂടെ അതിന് ഡയലൂട്ട് ചെയ്യും. ഡയറക്റ്റ് മുടിയിലേക്ക് ഷാമ്പൂവിനെ കൊണ്ടേ തേക്കില്ല. അതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ ചോദിച്ചാൽ എൻ്റെ മാനസികമായ തകരാറാണത്. ഡയറക്റ്റ് തേക്കേണ്ട, അതിങ്ങനെ ഇവിടെ എവിടെയെങ്കിലും പറ്റി കിടക്കുന്നുണ്ടാവും, അതിനൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ തലയിൽ തേക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇത് അങ്ങനെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട്, അല്ല, നല്ലോണം മസാജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നഖം യൂസ് ചെയ്യരുത്. എന്ത് മാത്രം യൂസ് ചെയ്യുക, കയ്യിൻ്റെ ഈ ഭാഗം മാത്രം യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു കഥയും കൂടെ പറയട്ടെ. എന്താണെന്നറിയാം, ഒന്നുമില്ല, ആരോ എന്നോട് ചോദിച്ചു നെഗറ്റീവ് കമൻറ്റ്സ്. എനിക്ക് ഈ Q&A ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ വിയർക്കുന്നു കൂട്ടരേ, ഫാൻ ഇട്ടുണ്ട്. പക്ഷേ ഒരു വെപ്രാളായിട്ടേ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു വെപ്രാളം വരുമ്പോൾ ഒരു വിയർപ്പ് വരില്ല. അത് പൊതുവേ എനിക്ക് ചൂട് കുറവാണ്, ഞാൻ ഫാനൊന്നും ഇടാറില്ല, എനിക്ക് തണുപ്പാണ്. അതോടും പറയും എന്തോ ഒരു തകരാറാണ്, പ്രായമായിട്ടാണെന്നൊക്കെ. പ്രായമായിട്ടാണെന്ന് വിചാരിച്ചാൽ വേണ്ടിയിൽ എനിക്ക് തണുത്തിട്ട് ചാവുക ഞാൻ രാത്രി കിടക്കുമ്പോൾ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ്. അപ്പോൾ എന്നിട്ടില്ലേ ഞാൻ എന്താ പറയാൻ വന്നത്, ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പൻ, ഞാൻ എന്ത് പറയുമ്പോൾ സ്റ്റേഷൻ പോയല്ലോ, എന്താ ഞാൻ പറയാൻ വന്നത്, Q&A ചെയ്യാൻ ചോദിച്ചു. അപ്പം എങ്ങനെയാണ് എല്ലാവരും Q&A ചെയ്യുക ഞാൻ ചോദിച്ചോ. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയല്ലേ, നമ്മളെ കമൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാമെന്നുള്ളതല്ലേ, അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ വരുന്നതിനൊന്നല്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു കേട്ടോ, ഈ വലിയ വലിയ വ്ളോഗർമാരൊക്കെ ഉണ്ടാവുമല്ലോ, 1 lakh സബ്സ്ക്രൈബേഴ്സും ഒരുപാട് കമൻസ് 100, 200, 300 കമൻസൊക്കെ വരുന്നവർ എങ്ങനെയാണ് അതൊക്കെ വായിക്കുക എന്നുള്ളത്, സത്യമല്ലേ, അതിനൊക്കെ ഉത്തരം കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ എൻ്റെ തന്നെ 60, 70 കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ, എല്ലാം വായിക്കാറുണ്ട്. ഉത്തരം പക്ഷെ നമുക്ക് അത് ഇരുന്ന് ടൈപ്പ് ചെയ്യലൊന്നും നമുക്ക് നടക്കുമോ? 60 ഞാൻ കുറേ എല്ലാവർക്കും ലൈക്ക് ചെയ്യും, എല്ലാം ഞാൻ വായിച്ചിട്ടാട്ടോ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു, അപ്പോൾ Q&A അല്ല, എന്നാലും അതിൽ 1-2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ ഞാൻ ഒന്ന് ആരോ ഒന്ന് ചോദിച്ചു, നെഗറ്റീവ് കമൻസ് കാണുമ്പം, നെഗറ്റീവ് കമൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും വരുമല്ലോ, അതിനൊന്നും നമുക്കൊരു കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. നെഗറ്റീവ് കമൻസ് വരുമ്പം എന്താണ് തോന്നുകയെന്ന്, എന്ത് തോന്നാനാ, ഒന്നും തോന്നാറില്ല, അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ അല്ലേ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും, എന്നോട് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ളത്. അത് എൻ്റെ മനസ്സിനെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നു എന്ന് മാത്രം, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് അങ്ങനെയല്ലേ. എല്ലാവരും ഒരു അമ്മേൻ്റെ വയറ്റുന്ന ഒരു 10 കുട്ടികൾ വന്നു കുമ്പേൻ്റെ ഉള്ളിൽ നിന്ന്, 10 കുട്ടികൾ വരുന്നതും 10 രീതിയിലല്ലേ ചിന്തിക്കുക. 10 കുട്ടികൾക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 രീതിയിലല്ലേ ചിലവാക്കുക. അതായത് 10 രീതി മീൻസ് അതെ, ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ, നമുക്ക് ആരും വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ അവരെ കാഴ്ചപ്പാടായിരിക്കാം, അവർക്കത് മോശമായിട്ടോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, മീൻസ് തോന്നുന്നുണ്ടാവും. നമുക്കത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ഓരോ ചിന്താഗതികളല്ലേ, നമുക്ക് അതിനും ചോദ്യം ഉത്തരമില്ല. എനിക്ക് സങ്കടം വരും തരാം വൾഗറായിട്ടുള്ള നെഗറ്റീവ് കമൻസ്, ജാതി വൃത്തികേട് എഴുതുമ്പോൾ ഞാൻ എന്നിട്ട് മനസ്സിലേക്ക് വെച്ചാൽ അവർക്ക് എങ്ങനെ ഇതിങ്ങനെ എഴുതാൻ തോന്നുന്നത്, അത് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ അതും ഈ പറഞ്ഞ മാതിരി അവരുടെ ചിന്തയും അവരുടെ ആ ഒരു ചിന്തിക്കാനുള്ള ചിന്തകൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടല്ലേ നമ്മളൊരു ഒരാളുടെ സ്വഭാവമാണല്ലോ കാണിക്കുക, എഴുത്തിലൂടെ ആണെങ്കിലും വർത്തമാനത്തിലൂടെ ആണെങ്കിലും അല്ലേ, അങ്ങനെയല്ലേ. എത്ര നമ്മൾ നന്നായിട്ട് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ സ്വഭാവം പുറത്തു വരില്ലേ, അങ്ങനെയല്ലേ. അപ്പം നമ്മൾ പറയില്ലേ, ലവ് മാരേജിൽ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ആ 2-3 മണിക്കൂറല്ലേ മാക്സിമം കാണുക, അതിലും ഇവിടെ ഏറ്റവും നല്ല സ്വഭാവമല്ലേ കാണിക്കുക. പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോഴല്ലേ തകരാറുണ്ടെന്ന് മനസ്സിലാവുക. ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നു എന്ന് മാത്രം. നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് പറയാച്ചാൽ നിങ്ങൾ കളിച്ച ഡാൻസ് മോശമാണെന്ന് പറയുന്നത് വ്യക്തിത്വം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഭയങ്കര മോശമായിട്ടുള്ള വൃത്തികേട് എഴുതുന്ന ആൾക്കാരില്ലേ, റിബിൾ ഇതൊക്കെയാണ് എഴുതുന്നത്. ഞാൻ എന്നിട്ട് വിചാരിക്കും എങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റണമെന്നല്ലേ. അപ്പോൾ അവരുടെ വ്യക്തിത്വം കാണിക്കുന്നു എന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായത്. അവരുടെ ചിന്തയാണ്, അവർ ഈ രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കളിച്ച ഡാൻസ് രസമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് മോശമാണെന്നൊക്കെ പറയുന്നത് അത് അവരുടെ ചിന്താഗതികളാണ്, മീൻസ് അത് അവരുടെ അഭിപ്രായങ്ങളാണ്. അതിന് എനിക്ക് വിഷമമൊന്നുമില്ല, സങ്കടം വരെ ഈശ്വര ഒന്നും കൂടെ നന്നാക്കായിരുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ് ഒരേ സെയിം സ്റ്റെപ്പ് എന്നുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരേ സ്ഥലത്തുനിന്നും ഒരേ ഇതിലും ആൾക്കാരും കളിക്കുന്നതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ പ്രഭുദേവേൻ്റെ ഡാൻസും ആണെങ്കിലും ഇപ്പം ഇങ്ങനെ വലിയ വലിയ ഏത് ആൾക്കാരുടെ ഡാൻസ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടു നമുക്കത് ഒരേപോലെ തന്നെ തോന്നാറില്ലേ, ഏകദേശമൊക്കെ കോമൺ സ്റ്റെപ്സുകളൊക്കെ ഉണ്ടാവാറില്ലേ. നമ്മൾ
ഇനിയിപ്പോൾ അത് പറഞ്ഞത് തെറ്റാണോ എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളാരാണ് പ്രഭുദേവിനെ വെച്ച് കമ്പയർ ചെയ്യാൻ, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അറിയാതെ എൻ്റെ വായിലൊരു പേര് വന്നു പോയതാണ് കൂട്ടരേ. അപ്പം ഞങ്ങൾക്ക് പി സ്കൂളിൻ്റെ ഒരുവിധം എല്ലാ ഡാൻസിലും സെയിം സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. സംഭവം കുറേയൊക്കെ ഉണ്ടാവും, കുറേയൊക്കെ നമ്മൾ സെയിം സ്റ്റെപ്പ് അല്ലാതെ ഇനി എവിടുന്ന സ്റ്റെപ്പ് ഉണ്ടാക്കി കൊണ്ടുപോയി കൂട്ടർ. എത്രയും ഞങ്ങൾ ഒരു ദിവസം ഒരാഴ്ചയിൽ കുറേ 1 2 3 4 റീൽസൊക്കെ ഇടുന്നതല്ലേ, കുറേയൊക്കെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിനും ഞങ്ങൾക്ക് ഒരിക്കലും ദുഃഖമില്ല. കാരണം എന്താ വെച്ചാൽ അത് ഓരോരുത്തരുടെ അഭിപ്രായം, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ശരിയായിരിക്കും. കുറേയൊക്കെ ശരിയാണ്, സെയിം സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്, എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. അതായത് നമ്മുടെ സന്തോഷം ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ഏജിൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമൻസിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. എനിക്കതിന് ദുഃഖമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മോശമായിട്ടുള്ള വല്ലാത്ത വൃത്തികെട്ട മെസ്സേജ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു സങ്കടം. ഞാനത് ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് തന്നെ അത് തുറന്നു നോക്കുമ്പോൾ എൻ്റെ ദൈവമേ അതെന്താണ് ഈ എഴുതി വെച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും എനിക്ക് ദൈവം സഹായിച്ചിട്ട് വന്നിട്ടില്ല, വളരെ കുറവേ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഒക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 6 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജ്. അല്ലാതെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരും. എന്തെന്നറിയോ, ഇതൊക്കെ രസമില്ല, വൃത്തിയില്ല, നന്നായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നല്ലതല്ലേ. നമ്മളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണല്ലോ അത് ചെയ്തത് തെറ്റായി നമ്മൾ തിരുത്തല്ലേ, ഒന്നുകൂടെ നന്നാക്കാൻ വേണ്ടി പറയല്ലേ. അപ്പോൾ എനിക്ക് ആ നെഗറ്റീവ് കമൻസ് ആര് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വിഷമമില്ല. അത് അവരുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ കാഴ്ചപ്പാടാണ്. അത് തെറ്റാന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആളല്ല. ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റുണ്ടാവും അല്ലേ. അത് എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. എല്ലാവരും അങ്ങനെയാണ്, അവരവരുടെ ശരികളാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരാൾക്ക് ദോഷം വരണം എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യുന്നുണ്ടാവില്ലല്ലോ. 90% ആൾക്കാർ ചെയ്യില്ലല്ലോ. എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ നോക്കുക അല്ലേ. പക്ഷേ എനിക്ക് ഇത്രേ പറയുള്ളൂ, ചുറ്റും നിൽക്കുന്നവർക്ക് അതൊരു എന്താ പറയുക, പെയിൻ ആവുന്ന രീതിയിൽ നമ്മൾ ഹാപ്പി ആവാതിരുന്നാൽ മതി. അതും കൂടി ഒന്ന് ചെറുതായിട്ട് പരിഗണിച്ചാൽ മതി. അത് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്നേഹമാണല്ലോ. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആലോചിച്ച് നോക്കൂ. ഞാൻ ഇപ്പോഴും രാജുവിനോട് പറയും, പെണ്ണുങ്ങളെ, നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കല്ലേ, ഏതോ ഒരു വീട്ടിൽ. പണ്ടത്തെ ആൾക്കാരാലോചിക്കുമ്പോൾ ശരിക്കും ഷോക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നുമില്ലെങ്കിൽ ലവ് മാരേജ് ആണെങ്കിലും നമുക്ക് അയാളെ മാത്രമല്ലേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഏതോ ഒരു വീട്ടിലല്ലേ താമസിക്കുക. അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വരും അല്ലേ. പെൺകുട്ടികളെ ആലോചിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് ഉറക്കം വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ കേൾക്കാം. ഞാൻ എന്നിട്ട് പറയും, പെൺകുട്ടികൾ ആര് കല്യാണം അല്ലെങ്കിൽ ഇഷ്ടം, ലവ്, സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഏകദേശം കോഴിക്കോട്, അതായത് നമ്മൾ ഏതാണോ രാജ്യം ആ രാജ്യത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കണേന്ന്. ഒക്കെ യോഗമാണ് അല്ലേ ഞാൻ പറയാം. എനിക്ക് വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും അത് കുട്ടിക്ക് അല്ല നിനക്കത് കറക്റ്റ് ആയതുകൊണ്ടാണെന്നുള്ളത്. ശരി തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എൻ്റെ ചേട്ടൻ ഏത് നാട്ടിലാണെങ്കിലും എനിക്ക് വളരെ ഹാപ്പിയാണ്, ഞാൻ ചേട്ടൻ്റെ കൂടെ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കും എന്നൊക്കെ പറയും. അത് ഫാൻറ്റസി വേൾഡാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല ജീവിച്ചു തുടങ്ങുമ്പോൾ. അതാണ് എൻ്റെ സത്യമല്ലേ. ഒക്കെ സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എൻ്റെ ശരികൾ, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതെൻ്റെ ശരികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ ആരോന്ന് എൻ്റെ അടുത്ത് വേറൊരു ചോദ്യം ചോദിച്ചാൽ എന്താ അറിയോ, എൻ്റെ മക്കൾക്ക് എന്തിനെങ്കിലും മീൻസ് ഡാൻസിന് താല്പര്യമുണ്ടോയെന്ന്. ചെറിയ ആൾക്ക് കുറച്ചൊക്കെ പണ്ട് ഞാൻ പീൽ അവനൊക്കെ ചേർത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത്. കുഞ്ഞുകുട്ടി മീൻസ് LKG UKG. പക്ഷേ ഇപ്പം അവൻ അങ്ങനത്തെ ഒരു താല്പര്യമില്ല. എന്നാലും കുറേയൊക്കെ എൻ്റെ ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു ചെറിയ ആൾക്ക്. മൂത്ത ആൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയല്ല, അവൻ വേറെ തന്നെ ഒരു രീതിയിലാണ്. അതായത് അവൻ അങ്ങനത്തെ ടേസ്റ്റുകളേ അല്ല. അവൻ കുറച്ച് രാജുവിൻ്റെ മാതിരി കുറച്ചൊരു കാണുമ്പോൾ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇതാ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ മൂപ്പര് ഭയങ്കര എക്സസൈസ്, ജിമ്മ്, ബോഡി ബിൽഡർ, ബോഡി അടിപൊളിയാവണം, ആ ഒരു ചിന്തയിലാണ് ഇപ്പം. അല്ലാതെ വേറെ ടേസ്റ്റൊന്നുമില്ല ഞാൻ കണ്ടില്ല. കലാപരമായിട്ടുള്ള വേറെ ടേസ്റ്റൊന്നുമില്ല. പണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ത് സാധനം കണ്ടാലും ഇങ്ങനെ കൊട്ടും. കുഞ്ഞി അടപ്പൊക്കെ കണ്ട ഇതിൻ്റെ മേലെ ഇങ്ങനെ വിരലുകൊണ്ട് കൊട്ടും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു വലിയ എന്തോ കേമൻ പിന്നെ ആളായി മാറുന്നു. ഡ്രംസിനൊക്കെ വിട്ടു. പക്ഷെ അവനതൊന്നും താല്പര്യമില്ല കുറേ കഴിയുമ്പോൾ. നമ്മൾ കുട്ടികൾ പക്ഷെ ചെറുപ്പത്തിൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു അതാണെന്ന്, ഈ ചെണ്ട കൊട്ടുന്ന സംഭവം. അത് ഈ ചെണ്ടക്കാരുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നേ ഇല്ല അങ്ങനെ ഒരു ക്യാരക്ടർ. അവൻ താല്പര്യമില്ല. എപ്പം ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നോട്. പിന്നെ അതൊക്കെ ഓരോരുത്തർ, നമുക്കൊന്നിനും നിർബന്ധിക്കാൻ വയ്യ. അവരൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മീൻസ് അവർ അങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ അവരെ ഇഷ്ടത്തിനല്ലേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. നമ്മൾ നിർബന്ധിച്ച് കൊണ്ടാക്കി അതിലൊന്നും കാര്യമേ ഇല്ല. വെറുതെ നമ്മൾ സമയം മെനക്കെടുക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ ആ കമൻസ് നോക്കിയാലേ അറിയുള്ളൂ. എനിക്കറിയുന്നില്ല. അപ്പം മുടി ഇങ്ങനെ 2 സൈഡിലേക്ക് മാടിയിട്ട്
ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഷാമ്പു ചെയ്ത് കളയും. അപ്പം എൻ്റെ മോൻ പറഞ്ഞതാണ്, അവന് അച്ചമ്മേനെ കാണുമ്പോൾ, അച്ചമ്മ ഞാൻ പറഞ്ഞല്ലോ രാജുവേട്ടൻ്റെ അമ്മേൻ്റെ വീട് പാങ്ങ് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവൻ പറയും, പാങ്ങുന്ന് ഇങ്ങോട്ടേക്ക് അച്ചമ്മ എങ്ങനെയാന്ന് കല്യാണം കഴിച്ച് വന്നേ, എനിക്ക് എന്തോ മാതിരി അവനിക്ക് പെണ്ണായി ജനിക്കാൻ ഞാൻ നന്നായി എന്ന് ആദ്യം പറയുന്ന സംഭവം കേട്ടോ. അപ്പം ഞാനും ആലോചിക്കും, ശരി തന്നെയാണല്ലോ ഈശ്വര, ഇതൊരു വീട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ താമസിക്കുക, ഓരോ അടുക്കളയിലൊക്കെ പോയി പണിയെടുത്ത് ഓരോ കിടക്കയിൽ കിടന്ന് ഓരോ വീട്ടിൽ, എന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗസ്റ്റേ ഇല്ലേ അങ്ങനെ ആലോചിക്കും. എന്നിട്ട് ആദ്യം പറയണേ, എൻ്റെ മോൻ പറയാണ്, എന്തിനാ അല്ലെങ്കിലും കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്നത്, എന്തൊരു വൃത്തികെട്ട ഒരു ഏർപ്പാടാണത്, കല്യാണം കഴിച്ചിട്ട് അവനവൻ്റെ വീട്ടിൽ പോയി നിന്നാൽ പോരെയെന്ന്. അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവൻ പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ, അതായത് ഭാര്യയുടെ വീട്ടിൽ നിൽക്കരുത്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിൽക്കരുത്, അപ്പോഴല്ലേ അത്. അപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെ ചിന്തയാണ്. ജോലി രണ്ടുപേർക്കും വേണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഭയങ്കര ഇതാണ്. അതൊക്കെ ഇത്ര ചെറുപ്പത്തിലേ അങ്ങനെ വരുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംസാര രീതിയൊക്കെ അങ്ങനെ ആയിരിക്കാം അല്ലേ, അതൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാകും, അങ്ങനെ ആകുമ്പോൾ നമുക്കതൊരു രസമുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ ഈ പെണ്ണുങ്ങൾ വന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, എന്ത് ചെയ്യാനാണ് കുട്ടി, യോഗമാണ് അതൊക്കെ, യോഗം. അപ്പം അങ്ങനെ ഞാൻ കാട് കയറി ചിന്തിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ മുടീൻ്റെത് കെയറിങ്ങും 2 ചോദ്യത്തിന് ഉത്തരമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുടി. ഇങ്ങനെ ഷാമ്പു അല്ല, നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേക്കുമ്പോൾ ഇല്ലേ വല്ല ശരി ഇട്ട മാതിരിയാണ് എൻ്റെ മുടിയൊക്കെ, നമുക്ക് തിക്കൊന്നും കാണാത്ത മാതിരി മുടിയോ ഒട്ടിയിട്ടേ. പക്ഷെ മുടി കുറേയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ശരിക്കുള്ള മുടീൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, തംബ്നെയിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര മുടിയായിരുന്നു അത്. എന്താ പറയുക, ആഫ്റ്റർ ഡെലിവറി എനിക്ക് നല്ലോണം മുടി ഉണ്ടാവുക ചെയ്തത്. എള്ളൊക്കെ കഴിക്കില്ലേ നിങ്ങൾ, ഈ പ്രസവാനന്തര ചികിത്സയ്ക്ക് പ്രസവാനന്തര രക്ഷ എന്നതിൻ്റെ പേരിൽ എള്ള് ഒക്കെ ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 53 കിലോന്ന് പ്രഗ്നൻസി സമയത്ത് 75 ആയിട്ടുണ്ടായിരുന്നു. തീറ്റയോട് തീറ്റ തന്നെ, ഫുൾ ടൈം വിശപ്പന്നെ വിശപ്പ്. അപ്പം ഞാനാണെങ്കിൽ പർവ്വതം പോലെ ആവും ചെയ്തിട്ടുണ്ട്, ബിരിയാണി ചെമ്പ് പോലെ ആവും ചെയ്തിട്ടുണ്ടായിരുന്നു. വയറൊക്കെ ഭയങ്കര. എന്നിട്ട് തന്നെ എല്ലാവരും പറയും 4 3 കുട്ടികളുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടി സാധാരണ വെയിറ്റ് 3. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ശാലിനി കുട്ടിക്ക് അത്യാവശ്യത്തിനേ കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ ശാലിനിയുടെ ശരീരം, ശാലിനിക്ക് തന്നെ കിട്ടിയത്. എന്നിട്ട് ഞാൻ പർവ്വതം. അങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി, ഭക്ഷണം കഴിക്കാൻ അങ്ങനെ തോന്നുക. രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് ജഗതിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഏതൊക്കെയോ ഇതിൽ പറഞ്ഞിട്ട് തോന്നുന്നു, ജഗതി ചോറിനണം കാണുമ്പോൾ എനിക്ക് പാഞ്ഞു പോയി ചോറിനണം, അങ്ങനത്തെ ഒരു അവസ്ഥ. ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. മുളപ്പിച്ച ചെറുപയറൊക്കെ ഇല്ലേ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻസി സമയത്ത്. അതൊക്കെ നല്ല ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം പാലൊക്കെ ഉണ്ടായിരുന്നു കുട്ടി 2 പേർക്കും. പിന്നെ അതേമാതിരി മുടി ഈ പറഞ്ഞ മാതിരി ഞാൻ പ്രസവമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ മുടി നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെട്ടിക്കളിച്ച് മുടി അഴിച്ചിട്ടാലൊക്കെ, നമ്മളെപ്പോഴും ഈ മുടി അഴിച്ചിട്ട് നടക്കണമൊക്കെ തെറ്റാണ്. മീൻസ് കുടുങ്ങി വലിഞ്ഞ് പൊട്ടി. പക്ഷെ ഞാൻ മുടി അഴിച്ചിട്ട് നടക്കണം എന്താ വെച്ചാൽ, നമുക്കുണ്ടാവില്ലേ കണ്ണാടി നോക്കി മുടി അഴിച്ചിട്ടാൽ ഇന്നൊരു ഭംഗിയുള്ളൂ, ഇന്നെന്തോ പോലെ തോന്നും. അപ്പം ഞാനങ്ങനെ, അപ്പം നിങ്ങൾ പറയും എന്താ അഹങ്കാരത്തിൽ ഉള്ളതുകൊണ്ടല്ലേ എന്നല്ലേ, അങ്ങനെ ചിന്തിക്കുന്നത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അത് അഹങ്കാരമായിട്ടല്ല, ആ ഒരു എന്താ ഞാൻ പറയുക, നമ്മുടെ ചില കാര്യങ്ങളുണ്ടാവില്ലേ, ചിലർ ഒരേപോലെ തന്നെ ശരിയാവില്ല, എത്ര പറഞ്ഞു കഴിഞ്ഞാലും ശരിയാവാത്ത ആൾക്കാർ. മീൻസ് ഓരോരുത്തർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയില്ല. കൂട്ടരിങ്ങൾക്ക് എൻ്റെ വേദന മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് പണ്ട് അമ്മേനോടൊക്കെ ചീത്തയൊക്കെയായിരുന്നു. പണ്ട് ഞങ്ങൾ ബസ്സിൽ പന്തിരങ്കാവിൽ അമ്മേൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ മുടി അഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മ ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ അമ്മ പറയും, എൻ്റെ മുടി കണ്ടിട്ട് സങ്കടമായി, മുടി പറന്ന് ആ കമ്പീൻ്റെ മുകളിലൊക്കെ ചുറ്റി ഇത് പൊട്ടൊന്നും മുടി മുറുക്കെ പിന്നിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. പിന്നിട്ടിട്ട് ഞാൻ പിന്നിയൊക്കെ ഇടുന്നത് വല്ല പ്രോഗ്രാമിനൊക്കെ, നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ, അല്ലാതെ ഞാൻ പിന്നിട്ടിട്ടേ ഉണ്ടാവില്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അധികം മുടി അഴിച്ചിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. അതെന്തോ എനിക്കത് മുടി ഉണ്ടാവണ ഒരു ശരീരം ആയതുകൊണ്ട് അത് ഉണ്ടായി പോവുക. അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പോകണം, കാരണം ഇങ്ങനെ അഴിച്ചിട്ടല്ലേ നടക്കുന്നത്. അഴിച്ചിട്ട് നടക്കുമ്പോൾ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഭൂതമാവാറുണ്ട്, അങ്ങനെയാണ് പറന്ന ഭൂതം. അപ്പം ഞാൻ പറയുക, അപ്പം അതെന്തോ ഉള്ള പ്രകൃതി ആയതുകൊണ്ടാട്ടോ, അല്ലാതെ നമ്മളിത് കുറേ ഞാനിങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുടീൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുക. അതായത് നമ്മളിങ്ങനെ ഓമനിച്ച് കൊഞ്ചിച്ച് വളർത്തുക. പിന്നെ ചെയ്യാനുള്ളത്, ഞാൻ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ എണ്ണയോ ഒന്നും ഉണ്ടാവില്ലേ, പക്ഷെ വെറുതെ ഒന്ന് ഇങ്ങനെ മുടീനെങ്ങനെ മസാജ് ചെയ്യും. അത് ബ്ലഡ് സർക്കുലേഷനാണെന്ന് നല്ലതല്ലേ, അത് പറയും. പിന്നെ ചെയ്യുന്നത് ഒരു കാര്യം എന്താണ്, ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ, രാത്രി കിടക്കാൻ പോകുമ്പോൾ മുടീനെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം മുടി ചീക, മുടിയിൽ കുടുക്കെന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞതാണ്. അതായത് ആ ജട കുടുക്കൊക്കെ തീർത്തിട്ട് താഴോട്ട് ചീക, അത് ഭയങ്കര നല്ലതാണ് മുടി വളരാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്ന സാധനമായിട്ട് അത് ചെയ്താലാണ് എൻ്റെ മുടി ഉണ്ടാവുന്നതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് മുടി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര നല്ലൊരു ടിപ്പാട്ടോ എന്ത് കാര്യത്തിനും. അതായത് നമ്മൾ പറയും നമുക്കതിനോടൊരു വിശ്വാസം വേണം. ഇപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പോൾ ഞങ്ങളവിടെ ചാലപ്പുറത്ത് UG മേനോൻ പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, ചാലപ്പുറം പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം UG മേനോൻ. അതായത് ആ UG മേനോൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രായമായിട്ടോ, അപ്പം അവർ കൺസൾട്ടിങ് ഇല്ല. അപ്പം ആ ഡോക്ടർ ചാലപ്പുറത്താണ്. ആ ഡോക്ടറെ അടുത്താണ് ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ മാതിരിയാണ്. ഏത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ശരിയാവില്ല, UG മേനോൻ്റെ മരുന്ന് കഴിക്കണം. അതൊരു വിശ്വാസമാണ് ഉള്ളിൽ. UG മേനോൻ കണ്ടാൽ മാറും. UG മേനോൻ ഇരിക്കുന്നത് രസമാണ് കാണാൻ. ഈ ഒരു മരുന്നിൻ്റെ ഫുള്ള് ചുറ്റും മരുന്നാണ്, ഗ്ലാസ് ഇട്ട ഫുള്ള് അലമാരയിൽ നിറച്ചു മരുന്നിൻ്റെ ഉള്ളിൽ UG മേനോൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ രസം. ഒരു വല്ലാത്ത നൊസ്റ്റാൾജി. എപ്പോഴും ആയിക്കൂടെ പോകുമ്പോഴേ എനിക്ക് എല്ലാവരും ഞങ്ങളെ ചാലപ്പുറത്ത്, അതായത് ഞങ്ങളെ അച്ഛൻ്റെ വീട്ടിൽ UG മേനോനെ കണ്ടാലാണ് സൂക്കേട് മാറി. അങ്ങനെയാണ്. അപ്പോൾ ഒരു വിശ്വാസം എന്ന് പറയില്ലേ, നമുക്ക് ചില ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടാവില്ലേ, അയാളെ കണ്ടാലും എനിക്ക് മാറും എന്നൊക്കെ പറയുന്ന പോലെ ചില ഇത് നമ്മളെ ഉള്ളിൽ അത് മാറുന്നുണ്ട്. ഏതൊരു സൂക്കേടാണെങ്കിലും നമുക്ക് അയാളെ കണ്ടാൽ മാറും എന്നുള്ളത് എന്താണ്, നമ്മളെ മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന് പറയുന്ന സംഭവം. സത്യമല്ലേ? ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചിന്തിക്കുന്നത് വരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഞാൻ ഈ കേട്ടതും ഒക്കെ ആണെങ്കിലും നമ്മളൊരു സാധനത്തിൽ വിശ്വാസം അർപ്പിച്ചാണ്ടല്ലോ അത് നടക്കും. സത്യമായിട്ടുള്ള അത് തന്നെയാണ് മുടീൻ്റെ കാര്യത്തിലും. ഞാൻ പറയില്ലേ നിങ്ങളോട്, ഞാൻ വർത്താനം പറയുന്നുണ്ടെന്ന്. അതായത് എൻ്റെ മുടി ഞാനിങ്ങനെ മുടിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്താൽ മുടി എന്തായാലും എനിക്ക് വളരും എന്നുള്ളത് എൻ്റെ ഉള്ളിൽ ഉള്ളൊരു സംഭവമാണ്. അതാണ് ഞാൻ എനിക്ക് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും, മുടി ഇങ്ങനെ ചെയ്യിക്കഴിഞ്ഞാൽ എന്തായാലും മുടി വളരും. അത് ഞാൻ പണ്ടേ ഒരു മനസ്സിലുള്ള കാര്യമാണ്. കുളിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഒലുമ്പി എടുക്കാൻ. അതായത് ബക്കറ്റിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഞാൻ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് മുടി ഇങ്ങനെ ഒലുമ്പും. അപ്പോൾ എൻ്റെ കണ്ണിൽ അത് മുടി വളരും. അതാണ് എൻ്റെ ഉള്ളിൽ പറയുന്നൊരു സംഭവം. നിങ്ങൾ ബക്കറ്റിനുള്ളിൽ തലയിട്ടിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ മുങ്ങി ചാവരത്തേക്ക് പേടി. എന്നൊരു കാലമൊക്കെ വഴുതി പോയതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ, അതുകൊണ്ടാണ് അത്. പിന്നെ മുടി ബുദ്ധം കെട്ട് കെട്ടിയിട്ട് രാത്രി കിടക്കുക, ഇതൊക്കെ എൻ്റെ കണ്ണിൽ മുടി വളരും. ഇങ്ങനെയാണ്, എനിക്ക് എന്തായാലും ആ മുടി വളരും. പിന്നെ ഞാൻ എപ്പോഴും പറയും, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരും ഈ പറഞ്ഞമാതിരി തന്നെയാണ്. നമ്മളില്ലേ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജുംബയ്ക്ക് പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ആർക്കാനോ വേണ്ടി ചെയ്താൽ ഒരു സംഭവമില്ല. അതേമാതിരി ഭക്ഷണം, എൻ്റെ ശരീരത്തിന് ഇത് ആവശ്യമുള്ള ഭക്ഷണമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസൾട്ടാണ്. ഇത് സത്യം, ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയുന്നത് അത്. ഈ എക്സസൈസ് തന്നെയല്ലേ നമ്മളില്ലേ, ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ വണ്ണം കുറയ്ക്കണം എന്ന് ഞാൻ ചെയ്തിരുന്ന ഒരു എക്സസൈസ് ഞാൻ വെറുതെ ഓരോന്ന് നോക്കി എന്നിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അർത്ഥമില്ല. ഒഴിവാവായിരിക്കും, മീൻസ് ശരിയാവായിരിക്കും. പക്ഷേ ഇല്ലേ നമ്മളൊന്നും കൂടി ഇത് ഞാൻ എൻ്റെ കൈക്ക് വേണ്ടി ചെയ്യണം, ആ ഭാഗത്ത് എന്തായാലും ആ തടി കുറയും എന്നുള്ള ഉള്ളിലൊരു ഒരു വിശ്വാസത്തിൽ മേലെ ചെയ്ത് നോക്കി, എന്തും ഭയങ്കരതാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അതേമാതിരി എൻ്റെ ഒരു ചിന്തയാണ്, ഞങ്ങളെ അമ്മേൻ്റെ വീട്ടിലെ തറവാട് ഞാൻ മച്ച് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഭഗവാൻ കരിയാത്തൻ എന്ന് പറയുന്നത് ശിവനാണ്, കാവാണ്. അതായത് അമ്പലമല്ല, കാവാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനെങ്കിലും ഒന്നിനെ ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു ഭഗവാന് വിളക്ക് കത്തിക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിൽ ഒരു 10 രൂപയെന്തോ ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ പൊന്നും കരിയാത്താന്ന് വിളിച്ച് ഞാൻ ഇറങ്ങിയോ, എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ചിലപ്പം അത് എൻ്റെ ഒരു നമുക്ക് പറയില്ല, മനസ്സ് ഭയങ്കര പവറുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതിന് ആ ഒരു ഇതിൽ നമ്മളങ്ങനെ പോവുകയാണ്, മനസ്സിലായില്ലേ? അപ്പം എന്താ പറയുക, ഇതുവരെ എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു ഡയലോഗ്, ഇപ്പം എന്തേന്ന് ചോദിക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ മുടീൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അതാണ് ചെയ്യാറ്. അതായത് ഞാൻ ചെയ്യുന്നത് മുടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ഇങ്ങനെ ആണ്, എന്തായാലും മുടി ഇന്നെ വിട്ടിട്ട് പോവില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. മുടീനെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ മുടീനെ ഫുള്ള് മസാജ് നല്ലോണം കുറച്ചേറെ ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മളത് ഫീൽ ചെയ്യുക. മുടിക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്തിട്ട് ചെയ്യുക എപ്പോഴും. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഹെയർ കെയറിംഗ് എന്ന് പറയുന്ന സാധനം. ഈ സാധനമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഇതൊക്കെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സുഖം ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ മുടിക്ക് ഒരു തകരാറ് വരുന്നുണ്ടെന്ന് കണ്ടാൽ ഞാൻ വെളിച്ചെണ്ണ മിക്സ് ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ മാത്രമാണ് അധികം, മീൻസ് എപ്പോഴെങ്കിലും വെളിച്ചെണ്ണ മാത്രം പ്ലസ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇവിടെ ഉണ്ടാവും അധികം. അപ്പോൾ അത് ഒന്നെടുത്ത് പൊട്ടിക്കും. ഇത് എന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആഴ്ചയിലും അല്ല, എനിക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ആവണക്കണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഹെയർ കെയറിങ്. ഈ മറ്റേ 2 ചോദ്യത്തിനുള്ള ഉത്തരവും അതാണ്. ഇനി എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനുള്ള ഉത്തരം കേട്ട് വരാം കേട്ടോ. കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന്
ഭംഗിയാക്കി എടുത്തതിന് ശേഷം അതിനുള്ള ഉത്തരം തരുന്നതല്ലേ നല്ലത്. Q&A ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീഡിയോ എന്താണെന്ന് കണ്ടുപിടിക്കണം എനിക്ക് ആദ്യം. അത് കണ്ടുപിടിക്കുന്നവരെ